മെഗാ സ്വർണ്ണമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഒന്നാം ഘട്ടത്തിൽ ഏതൊക്കെ ടീമിന് എത്രയൊക്കെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ടീം പേൾ 2000, കോറൽ ടീമിന് 1000 പോയിന്റ്സ്, റൂബി ടീമിന് 2000 പോയിന്റ്സ്, എമറാൾഡ് ടീമിന് 2000 പോയിന്റ്സ്, ഡയമണ്ട് ടീമിന് 3000 പോയിന്റ്സ്. ഇനി മെഗാ സ്വർണ്ണമഴയുടെ രണ്ടാം ഘട്ടം. ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നത് സംഘത്തിലെ കുട്ടികളാണ്. ഈ കാണുന്ന മോണിറ്ററിൽ 9 കളങ്ങൾ വരും. ഈ 9 കളങ്ങളുടെ പിറയിലും 9 വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രശസ്തരായ വ്യക്തികളുടെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, കുട്ടികൾക്ക് ഓരോ നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് പുറകിലുള്ള വ്യക്തിയെക്കുറിച്ച് 3 ചോദ്യങ്ങളായിരിക്കും ഞാൻ ചോദിക്കുക. ഓരോ ചോദ്യത്തിനും ശരി ഉത്തരം പറയുന്നവർക്ക് 1000 പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. ആദ്യം പേൾ ടീമിലെ ജിബിനാണ്. ജിബിൻ സെലക്ട് ചെയ്യൂ. ഈ മോണിറ്ററിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യൂ. 6. സ്വാതി തരുന്ന ആളാണ്. ഓക്കെ, ഇനി കോറൽ ടീം. കോറൽ ടീം മോണിറ്റർ നോക്കിയിട്ട് അജിൽ രാജു ഒരു നമ്പർ സെലക്ട് ചെയ്തേ വേഗം. 4. ഇഷ്ടമുള്ള നമ്പർ 4 ആണോ? ഓക്കെ, 4. മെഗാസ്റ്റാർ മമ്മൂട്ടി. ഇനി റൂബി ടീമിലെ അനശ്വരയുടെ അവസരമാണ്. അനശ്വര സെലക്ട് ചെയ്യോ. 5. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, എമറാൾഡ് ടീമിലെ വാവ ഏതാ സെലക്ട് ചെയ്യുന്നേ? 3. സൗരവ് ഗാംഗുലി. ഡയമണ്ട് ടീം 1. അലക്സാണ്ടർ. 5 ടീമിലെ കുട്ടികൾ അവരുടേതായ വ്യക്തികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ദമ്പതികൾക്ക് നേരത്തെ തന്ന ഇൻഫർമേഷൻ പ്രകാരം നിങ്ങളുടെ കുട്ടികൾ തിരഞ്ഞെടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള അറിവുകൾ 1 മിനിറ്റ് സമയം കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നിങ്ങളുടെ സമയം ഇവിടെ തുടങ്ങും. ഓക്കെ, എല്ലാരും ഡിസ്കഷൻ കഴിഞ്ഞല്ലോ അല്ലെ? എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ? കുട്ടികളെല്ലാം പഠിച്ചല്ലോ? ശരി, അപ്പൊ കുട്ടികളെല്ലാരും നിങ്ങളുടെ സെക്ഷനിലോട്ട് പോകൂ. ചെല്ലു. ജിബിൻ, അജിൽ, കുട്ടിപ്പട്ടാളെല്ലാം റെഡി ആണല്ലോ അല്ലെ? ചോദ്യം ചോദിക്കട്ടെ. ജിബിൻ തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? സ്വാതി തിരുനാൾ. ആദ്യത്തെ ചോദ്യം, സ്വാതി തിരുനാൾ ഏത് കലാരംഗത്ത് പ്രശസ്തനായ രാജാവായിരുന്നു? സ്വാതന്ത്ര്യം ഒരു കലയാണോ മോനെ? ചേച്ചി ചോദിച്ചല്ലേ ഏത് കലാരംഗത്ത് ചോദിച്ചതല്ലേ? ശരി, പോട്ടെ, സാരല്ല, ഉത്തരം തെറ്റാണ്. ദമ്പതികൾക്ക് അറിയോന്ന് ചോദിക്കാം. സംഗീതം. ശരി, ഓക്കെ, അപ്പൊ ഉത്തരം തെറ്റാണ്. സംഗീതമാണ് ശരിയായ ഉത്തരം. ഓക്കെ ജിബിൻ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. സ്വാതി തിരുനാൾ ഏത് ഭാഷക്കാരനായിരുന്നു? മോൻ അറിയില്ല, ചില അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അറിയോ? ഉത്തരം അറിയില്ല. മലയാളമാണ്. മൂന്നാമത്തെ ചോദ്യം പറയണം കേട്ടോ. അദ്ദേഹത്തിന് വേണ്ടിട്ട്, അതായത് സ്വാതി തിരുനാൾ മനസ്സിന് വേണ്ടിട്ട് എഴുതപ്പെട്ട താരാട്ട് ഏത്? ഇതെല്ലാവർക്കും അറിയാം. ഇത് മോൻ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു താരാട്ട് പാട്ടാണ്. അറിയില്ലെങ്കിൽ മോൾ അറിയില്ല പറയും. അറിയില്ല?
അജ്ജോ. ഓമന തിങ്കൾ കേട്ടിട്ടുണ്ടോ? ഓമന തിങ്കൾ കിടാവ് കേട്ടിട്ടുണ്ടോ? പിന്നെ എന്ത് പറ്റി പറയാത്തെ? ജിബിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അതോ നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്താണോ? പറഞ്ഞു കൊടുത്താണോ? ജിബിന് അപ്പൊ ടെൻഷനാണോ മോനെ? മറന്നുപോയതാണോ? മറന്നും പോയിട്ടില്ലേ? മറന്നു പോയതാണോ? ശരി, സാരല്ലേ, പോട്ടെ. ഇനി അടുത്ത റൗണ്ടിന് മോൻ സ്കോർ ചെയ്യണം. ഓക്കെ, പേൾ ടീമിന് പ്രാവശ്യം പോയിന്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. സാരമില്ല ജിബിൻ, ഇനിയും സ്കോർ ചെയ്യാം കേട്ടോ. നമുക്കിനി കോറൽ ടീമിലോട്ട് പോവാം. മോൻ സെലക്ട് ചെയ്ത വ്യക്തി ആരാണ്? മമ്മൂട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അഭിനയത്തിന് എത്ര പ്രാവശ്യം ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? 3 പ്രാവശ്യം. ഉത്തരം ശരിയാണ്, 3 പ്രാവശ്യം. അപ്പൊ കോറൽ ടീമിന് അജുൻ രാജിന് 1000 പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, സിനിമയിൽ എത്തുന്നതിന് മുമ്പ് മമ്മൂട്ടി പ്രവർത്തിച്ചിരുന്നത് ഏത് രംഗത്താണ്? അഭിഭാഷകനായി. ഉത്തരം ശരിയാണ്. മമ്മൂട്ടിയെ കുറിച്ചെല്ലാം അച്ചു കലക്കി പഠിച്ചിരിക്കുകയാണ് അല്ലേ? ഇഷ്ടപ്പെട്ട താരാണ്? മമ്മൂട്ടിയാണോ ഇഷ്ടപ്പെട്ട താരം? അതെയാ? അപ്പൊ ഇനിയിപ്പോ ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം കാണാപ്പാടാണല്ലോ അല്ലേ? ശരി, നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താ നോക്കാം. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്ത്? ചന്തു. കറക്റ്റ് ആൻസർ. 3 ചോദ്യങ്ങൾക്കും അജിൽ ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ കോറൽ ടീമിന് 3000 പോയിന്റ്സ് ലഭിക്കുന്നു. ഓക്കെ, ഈ ഒറ്റ റൗണ്ട് കൊണ്ട് 3000 പോയിന്റ്സ് അടിച്ചെടുത്തു ആള്. വെരി ഗുഡ്. എനിവേസ്, അടുത്തത് റൂബി ടീമിലെ അനശ്വരയാണ്. അനശ്വരയുടെ പേഴ്സണാലിറ്റി ഏതാണെന്ന് നോക്കൂ. ആൽബർട്ട് ഐൻസ്റ്റീൻ. ചോദിക്കട്ടെ, സയൻസ് ഇഷ്ടമുള്ള സബ്ജക്റ്റാ? എത്ര മാർക്സ് സ്കോർ ചെയ്യും? 99%. ഓ, ദാറ്റ്സ് ഗുഡ്. അപ്പോ എന്താണ്, ഡോക്ടർ ആകാനാണോ താല്പര്യം? ദാറ്റ്സ് നൈസ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ചോദ്യം ചോദിക്കാണേ. ആദ്യത്തെ ചോദ്യം, ഐൻസ്റ്റീൻ ജനിച്ച രാജ്യം ഏത്? ജർമ്മനി. ഉത്തരം ശരിയാണ്. റൂബിയിൽ അനശ്വരയ്ക്ക് 1000 പോയിന്റ്സ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഐൻസ്റ്റീൻ ഏത് രാജ്യത്തിന്റെ പൗരത്വമാണ് നേടിയത്? അമേരിക്ക, USA. ഉത്തരം ശരിയാണ്. വീണ്ടും 1000 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ഐൻസ്റ്റീൻ നോബൽ സമ്മാനം നേടിയിട്ടുണ്ടോ? ഉണ്ട്. ഏത് മേഖല അറിയോ? ഫിസിക്സ്. എക്സാക്ട്ലി 1921. ഓക്കെ, ഫിസിക്സ് ബ്രാഞ്ചിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ റൂബി ടീമിൽ അനശ്വരയ്ക്ക് 3000 പോയിന്റ്സ്. വെരി ഗുഡ്. എംറാളിലെ ഫാത്തിമയാണ് ഇനി അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്. ഫാത്തിമ മോണിറ്ററിൽ നോക്കിയിട്ട് ഫാത്തിമയുടെ പേഴ്സണാലിറ്റി ആരാ നോക്കിയേ. ചോദിക്കട്ടെ ചേച്ചി, ഗാംഗുലി ഏത് കളിയിലാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നത്? ക്രിക്കറ്റ്. ഭയങ്കര എളുപ്പ ചോദ്യമായി പോയില്ലേ? 1000 പോയിന്റ്സ് ആണ് ഫാത്തിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗാംഗുലി ഏത് സംസ്ഥാനക്കാരനാണ്? ബംഗാൾ. ശരിയായ ഉത്തരം. അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിനും 1000 പോയിന്റ്സ് ആണ് ഫാത്തിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, എംറാൾ ടീമിന് 1000 പോയിന്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ഗാംഗുലി ഏത് കൈ കൊണ്ടാണ് ബാറ്റിംഗ് ചെയ്യാറ്? ഉത്തരം ശരിയാണ്, ഇടത് കൈ തന്നെയാണ്. ഫാത്തിമയ്ക്ക് വീണ്ടും 1000 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നു. ഡയമണ്ട് ടീമിലെ ശ്രീലക്ഷ്മി തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ചോദ്യം ചോദിച്ചോട്ടെ, റെഡിയാണോ? ആരായിരുന്നു അലക്സാണ്ടറിന്റെ പിതാവ്? അറിയേണ്ടതാണ്. പറഞ്ഞു തന്നിട്ടില്ല, ദമ്പതികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ? അവൾക്കറിയോ ഉത്തരം? സാരമില്ല, അറിയില്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. ഞാൻ ഉത്തരം പറയട്ടെ. ഫിലിപ്പ് രാജാവ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. അലക്സാണ്ടറോട് യുദ്ധം ചെയ്ത ഇന്ത്യൻ രാജാവ് ആരായിരുന്നു? അറിയോ മോൾക്ക് ഉത്തരം? അറിയില്ല. ശരി, ചേച്ചി പറയട്ടെ. പോറസ്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് മോൾ ഉത്തരം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പോയിന്റ്സ് ഇല്ല. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അലക്സാണ്ടറിന്റെ ഗുരു ആരായിരുന്നു? ഇതിനുള്ള ഉത്തരം പറയണം കേട്ടോ. അറിയില്ല.
അറിയില്ല. ശരി, അരിസ്റ്റോട്ടിൽ ആണ്. അങ്ങനെ ഡയമണ്ട് ടീം ശ്രീലക്ഷ്മിക്ക് പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. സാരമില്ല കേട്ടോ, നമുക്ക് അടുത്ത റൗണ്ടിൽ സ്കോർ ചെയ്യാം. ഓക്കെ, സ്വർണ്ണമഴയുടെ രണ്ടാം ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സമയത്ത് ഏതൊക്കെ ടീമിന് എത്രയൊക്കെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം. പേൾ ടീം 2000 points, കോറൽ ടീം 4000 points, റൂബി ടീം 5000 points, എമറാൾഡ് ടീം 5000 points, ഡയമണ്ട് 3000 points. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, എനിക്കറിയാം പ്രേക്ഷകരായ നിങ്ങൾ സ്വർണം ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെന്ന്. വിഷമിക്കേണ്ട, 20 ഗ്രാം സ്വർണം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും, ഞാൻ ഗ്യാരണ്ടി. അത് മാത്രമല്ല, ഈ സംഘങ്ങൾ ശരി ഉത്തരം പറയാതെ വിട്ടുതരുന്ന സ്വർണവും നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള SMS ചോദ്യം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കാണുക. ഇനി മെഗാ സ്വർണ്ണമഴയുടെ മൂന്നാം ഘട്ടം. മെഗാ സ്വർണ്ണമഴയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് സ്വാഗതം. ഈ ഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. മൂന്നാം ഘട്ടത്തിന്റെ ഒടുവിൽ അവസാനം ഏറ്റവും കുറവ് പോയിന്റ്സ് ലഭിക്കുന്ന സംഘം മെഗാ സ്വർണ്ണമഴയിൽ നിന്നും പുറത്താവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കളിക്കണം. ഓക്കെ, ഇതൊരു വോട്ടിംഗ് റൗണ്ട് ആണ്. ഞാൻ ഇവിടെ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ബസർ അമർത്തി വോട്ട് ചെയ്യണം. ഓക്കെ, തെറ്റാണെങ്കിൽ ചുവപ്പ് ബട്ടൺ അമർത്തണം, ശരിയാണെങ്കിൽ പച്ച ബട്ടൺ അമർത്തണം. ഓരോ ശരി ഉത്തരത്തിനും 1000 പോയിന്റ്സ് ആണ് ലഭിക്കുക. ഇനി ദമ്പതികൾ തെറ്റുത്തരമാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ സംഘത്തിലെ കുട്ടി ഏത് ഉത്തര പറയുന്നതെന്ന് നോക്കും. കുട്ടി പറയുന്നത് ശരി ഉത്തരമാണെങ്കിൽ 500 പോയിന്റ്സ് നിങ്ങളുടെ ടീമിന് ലഭിക്കും. ഓക്കെ, എല്ലാരും റെഡിയാണല്ലോ? നമുക്ക് മൂന്നാം ഘട്ടത്തിലോട്ട് കടക്കാം. ഓക്കെ, 1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ട ആയിരുന്നു. എല്ലാരും വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലെ? ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ആര്യഭട്ട ആയിരുന്നു. ഉത്തരം ശരിയാണ്. ആരൊക്കെയാണ് ഗ്രീൻ വോട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. എല്ലാ ടീമുകളും ഗ്രീൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവർക്കും 1000 പോയിന്റ്സ് വീതം ലഭിക്കുന്നു. പേളിന് 1000 പോയിന്റ്, കോറൽ, റൂബി, എമറാൾഡ്, ഡയമണ്ട് എല്ലാവർക്കും 1000 പോയിന്റ്സ് വീതം ലഭിക്കുന്നു. 2. ഓസ്കാർ സമാധാനത്തിനുള്ള പുരസ്കാരമാണ്. ഓസ്കാർ സമാധാനത്തിനുള്ള പുരസ്കാരമാണ്. വോട്ട് ചെയ്തോളൂ വേഗം. ടൈംസ് അപ്പ്. എല്ലാവരും വോട്ട് ചെയ്തല്ലോ അല്ലേ? ഓസ്കാർ സമാധാനത്തിനുള്ള പുരസ്കാരമാണ്. പറയണ്ടല്ലോ, തെറ്റാണ്. റെഡ്, ആരൊക്കെയാണ് ഇവിടെ റെഡ് വോട്ട് ചെയ്തിരിക്കുന്നത്? എല്ലാരും തന്നെ റെഡ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓസ്കാർ സിനിമയ്ക്കുള്ള പുരസ്കാരമാണ്, സമാധാനത്തിനുള്ളതല്ല. എന്തായാലും ഈ ഘട്ടത്തിലും ഈ ചോദ്യത്തിലും നിങ്ങൾ എല്ലാവരും ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വീണ്ടും 1000 പോയിന്റ്സ് വീതം ലഭിക്കുന്നു. മൂന്നാമത്തെ വായിക്കാൻ പോവാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. വോട്ട് ചെയ്തോളൂ. ഉത്തരം തെറ്റാണ്. റെഡ് ബട്ടൺ ഇവിടെ ആരൊക്കെ അമർത്തിയിരിക്കുന്നത് നോക്കാം. എല്ലാ ടീമുകളും റെഡ് ബട്ടൺ അമർത്തിയിട്ടുണ്ട്. വീണ്ടും എല്ലാ ടീമുകൾക്കും 1000 പോയിന്റ്സ് വീതം ലഭിക്കുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട്ടിലാണ്, ഇടുക്കിയിലല്ല. ഓക്കെ, പേൾ, കോറൽ, റൂബി, എമറാൾഡ്, ഡയമണ്ട് എല്ലാവർക്കും 1000 പോയിന്റ്സ് വീതം ലഭിച്ചിരിക്കുന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. 4. ആമസോൺ ഒരു പർവ്വത മേഖലയാണ്. ആമസോൺ ഒരു പർവ്വത മേഖലയാണ്. വോട്ട് ചെയ്തോളൂ. വോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ? ശരി, ആമസോൺ ഒരു പർവ്വത മേഖലയാണ്. ഇതിന്റെ ശരിയായ ഉത്തരം തെറ്റാണ്. ആമസോൺ തെക്കേ അമേരിക്കയിലെ ഒരു നദിയാണ്. ആരൊക്കെയാണ് ഇവിടെ റെഡ് ബട്ടൺ അമർത്തിരിക്കുന്നത് നോക്കാം. കൊള്ളാലോ, ഇതെല്ലാരും സ്വർണം അടിച്ചുകൊണ്ട് പോവാനുള്ള പ്ലാനിലാണ് അല്ലേ? ഓക്കെ, പേൾ, കോറൽ, റൂബി, എമറാൾഡ്, ഡയമണ്ട് എല്ലാവർക്കും 1000 പോയിന്റ്സ് വീതം വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. മൂന്നാം ഘട്ടത്തിലെ 4 ചോദ്യങ്ങൾക്കും എല്ലാവരും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5-ാമത്തേത് വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ നായിക സുഹാസിനി ആയിരുന്നു. വോട്ട് ചെയ്തോളൂ.
ഉത്തരം ശരിയാണ്. ആരൊക്കെയാണ് പച്ച ബട്ടൺ അമർത്തിയിരിക്കുന്നത് നോക്കാം. പേൾ, കോറൽ, റൂബി, എമറാൾഡ്, ഡയമണ്ട്. വീണ്ടും ഈ ഘട്ടത്തിലെ അവസാന ചോദ്യമായ ഈ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി നിങ്ങൾ 1000 പോയിന്റ്സ് നേടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ 5 ചോദ്യങ്ങൾക്കും ശരി ഉത്തരങ്ങളാണ് ഈ ടീമിലെ എല്ലാ അംഗങ്ങളും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും 1000 പോയിന്റ്സ് വീതം വീണ്ടും ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. മൂന്നാം ഘട്ടം ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റൗണ്ടിന്റെ ഈ ഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് ആർക്കൊക്കെ എത്ര കുറവ് പോയിന്റ്സ് ലഭിക്കുന്നു ആ ടീം, ആ സംഘം മെഗാ സ്വർണ്ണമഴയിൽ നിന്നും പുറത്താക്കപ്പെടും. ഓക്കെ, ഇപ്പോൾ പേൾ, കോറൽ, റൂബി, എമറാൾഡ്, ഡയമണ്ട് ഈ എല്ലാ സംഘങ്ങൾക്കും എത്ര പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള.